ഇതാ, ജീവിതത്തിൽ ഒരു വസ്തുവും അല്ലെങ്കിൽ ഒരാളും വിലയില്ലാത്തതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ മോട്ടിവേഷണൽ കഥ പറയാം. ഒരു ഗ്രാമത്തിലെ പഴയൊരു തറവാട്ടിൽ മാധവൻ എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്ത് പണ്ടെപ്പോഴോ കേടായി അനങ്ങാതെ നിൽക്കുന്ന വലിയൊരു പെൻഡുലം ക്ലോക്ക് ഉണ്ടായിരുന്നു. വർഷങ്ങളായി അത് ഒരു സമയം തന്നെ കാണിച്ചു നിൽക്കുകയാണ്. ആ സമയമാണ് കൃത്യം 10:10. മാധവന്റെ കൊച്ചുമകൻ കണ്ണൻ അവധിക്കാലം ആഘോഷിക്കാൻ ആ വീട്ടിൽ വന്നു. ദിവസങ്ങളായി ആ കേടായ ക്ലോക്ക് അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ അത് വല്ലാതെ അലോസരമായി തോന്നി. അവൻ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, ഈ കേടായ ക്ലോക്ക് എന്തിനാ എപ്പോഴും ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതിനൊന്നിനും കൊള്ളില്ലല്ലോ, ഒരു വിലയുമില്ലാത്ത വെറും പാഴ്വസ്തുവാണ്. നമുക്കിത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ? മാധവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഈ ലോകത്ത് ഒരു കാര്യവും പൂർണ്ണമായി വിലയില്ലാത്തതല്ല. നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് കാര്യം. ഇന്ന് പകൽ സമയത്ത് ഈ ക്ലോക്കിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിനക്കതിനുള്ള ഉത്തരം കിട്ടും. കണ്ണൻ ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ചെയ്തു. രാവിലെ അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം 10:10 അമ്മ പറയുന്നത് കേട്ടു. അവൻ ഓടിച്ചെന്ന് ഉമ്മറത്തെ ക്ലോക്കിലേക്ക് നോക്കി. അത് കൃത്യം 10:10 തന്നെ കാണിക്കുന്നു. വീണ്ടും കളിയിലും ചിരിയിലുമായി സമയം കടന്നുപോയി. രാത്രി കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവൻ അറിയാതെ ക്ലോക്കിലേക്ക് പിന്നെയും നോക്കി. അപ്പോഴും സമയം 10:10. അപ്പോഴാണ് അവൻ തൻ്റെ വാച്ചിലേക്ക് നോക്കിയത്. അവിടെയും സമയം കൃത്യം 10:10. അടുത്ത ദിവസം രാവിലെ കണ്ണൻ ഓടിച്ചെന്ന് മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ, ആ ക്ലോക്ക് കേടാണെങ്കിലും ദിവസത്തിൽ 2 തവണ അത് കൃത്യമായി സമയം കാണിക്കുന്നുണ്ട്. മാധവൻ കണ്ണൻ്റെ തോളിൽ കൈവച്ചു പറഞ്ഞു, അതുതന്നെയാണ് മോനെ ഞാൻ പറഞ്ഞത്. പൂർണ്ണമായി തകർന്നു പോയെന്ന് നമ്മൾ കരുതുന്ന ഈ ക്ലോക്കിന് പോലും ദിവസത്തിൽ 2 തവണ കൃത്യസമയം കാണിച്ചു തരാനുള്ള മൂല്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ചിലപ്പോൾ ചില ആളുകളോ സാഹചര്യങ്ങളോ വസ്തുക്കളോ ഒന്നിനും കൊള്ളാത്തതാണെന്ന് നമുക്ക് തോന്നുമായിരിക്കും. എന്നാൽ ശരിയായ സമയവും സന്ദർഭവും വരുമ്പോൾ അവയുടെ യഥാർത്ഥ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ കഥ നൽകുന്ന ഗുണപാഠം എന്താ? ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും വിലയില്ലാത്തതായിട്ടില്ല. ഒരു വസ്തുവോ വ്യക്തിയോ ഒന്നിനും കൊള്ളാത്തതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ കുറ്റമല്ല, മറിച്ച് അവയുടെ ശരിയായ മൂല്യം തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഓരോന്നിനും അതിൻ്റെതായ സമയവും പ്രാധാന്യവും ഉണ്ട്.